മുകുന്ദൻ സർ. പിന്നെ ഞാൻ എൻ്റെ നോവലിനെ കുറിച്ച് പറയാം. മീരയുടെ പറയാം, പക്ഷെ എനിക്ക് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് സ്വന്തം രചനയെ കുറിച്ചാണ്. ഇപ്പം ഈ പുതിയ നോവലിൽ പിന്നെ പ്രണയം ആണ് വിഷയമെന്നാണ്, പിന്നെ അങ്ങനെയാണ് പറയുന്നത്. വാസ്തവത്തിൽ പ്രണയം മാത്രമല്ല അതിലുള്ളത്. ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റു തലങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പം അത് കുറച്ചൊരു ലളിതവൽക്കരണമാണ് അത് പ്രണയമാണെന്നുള്ളത്. പ്രണയം തന്നെയാണ്, പക്ഷെ വ്യത്യസ്തമായ രീതിയിൽ. അപ്പം അതിൽ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും ശരീരവും പിന്നെ ആത്മാവും ഈ രണ്ട് ഏതാണ് ഞാൻ എന്നതാണ് കേട്ടോ. ഞാൻ ശരീരമാണോ അല്ലെങ്കിൽ എൻ്റെ ആത്മാവാണോ എന്നുള്ളതാണ്. അപ്പം ഇതാണ് ചോദ്യം. അപ്പം രണ്ടുപേരും പ്രണയിക്കുമ്പോൾ ശരീരം കൊണ്ടാണോ അല്ലെങ്കിൽ ആത്മാവ് കൊണ്ടാണോ പ്രണയിക്കുന്നത് ചോദ്യമുണ്ട്. അപ്പം ആ ചോദ്യമാണ് ഇതിൻ്റെ പിന്നെ വാസ്തവത്തിൽ ഒരു അടിസ്ഥാന പ്രമേയം. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ശരീരത്തെ എപ്പോഴും പിന്നെ ഒരു കീഴാളരായിട്ടാണ് കണ്ടത് കേട്ടോ. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളായിട്ട് ഒരു ശരീരത്തെ. ആത്മാവിനെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ആത്മാവിൽ ബ്രാഹ്മണ്യമുണ്ട്, സവർണനാണ് ആത്മാവ് കേട്ടോ. ശരീരം അങ്ങനെയല്ല, കീഴാളമാണ്. കാരണം വലിയ വലിയ കാര്യങ്ങളൊക്കെ ആത്മാവുകളാണ് കേട്ടോ. ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷേ ഈ ശരീരമാണ് നമ്മൾ ഈ പറയുന്ന ആത്മാവിനെ കൊണ്ടു നടക്കുന്നത്. ശരീരമില്ലെങ്കിൽ എവിടെയാണ് ഈ ആത്മാവ് ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യമുണ്ട് കേട്ടോ. അപ്പോഴും പറയാം പിന്നെ അല്ല, ശരീരം നശിച്ചു പോകുന്നതാണ്. അത് തന്നെയാണ് നമ്മുടെ പോയിന്റ്. അത് തന്നെയാണ്. ഇപ്പം ശരീരം നശിച്ചു പോകും. ഒരു ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ നടക്കുന്നതാണ് നമ്മുടെ ശരീരം. ഒരു ജീവിതകാലം മുഴുവൻ എത്ര വേദനകൾ സഹിക്കും നമ്മുടെ ശരീരം, എന്തൊക്കെ അനുഭവിക്കുന്നു. എന്നിട്ട് അവസാനം നമ്മൾ ഈ ശരീരത്തോട് തികഞ്ഞ നീതികളാണ് കാണിക്കുന്നത്. ശരീരത്തോടെ കൊണ്ട് കുഴിച്ചു മൂടുന്നു, അല്ലെങ്കിൽ കത്തിച്ച് ശാമ്പലാക്കുന്നു. പക്ഷേ ഈ ശരീരം കൊണ്ടു നടന്നിട്ടുള്ള ആത്മാവിനെ നമ്മളിതുവരെ കണ്ടിട്ടില്ല. ആത്മാവിനെ അത് ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ആ ആത്മാവിനെ നമ്മൾ ബ്രാഹ്മണ്യം കൽപ്പിച്ചുകൊണ്ട് അതിനെ നമ്മൾ പൂജിക്കുന്നു, അതിൻ്റെ പേരിൽ സംസാരിക്കുന്നു, ഇതിഹാസങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ അതിന് ചുമന്നു നടന്ന ശരീരത്തെ നമുക്ക് വേണ്ട. അപ്പം ഇതിൻ്റെ ഒരു ദ്വന്ദ്വം, ഈ ശരീരത്തിനെ ഇങ്ങനെ അവഗണിക്കുക. നമ്മുടെ കൂടെ വന്ന നമ്മുടെ എല്ലാ വേദനകളും എല്ലാം പിന്നെ സഹിച്ചിട്ടുള്ളത് ശരീരമാണ്. ആ ശരീരത്തെ വെച്ച് വളരെ നികൃഷ്ടമായ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓ ശരീരം അത് നശിച്ചു പോകുന്ന, അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. നശിച്ചു പോകുന്ന തോന്നുള്ളൂ. അപ്പം ശരീരത്തിനെ വീണ്ടെടുക്കുക എന്നതാണ് നമ്മളാരും കണ്ടിട്ടില്ലാത്ത, ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ആത്മാവിന് പ്രാധാന്യം കുറച്ച് കാണിക്കുകയും ശരീരത്തെ പ്രാധാന്യം ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് ക്ഷോഭിക്കുന്നുണ്ട്. കാരണം അവർ ആത്മാവിൻ്റെ ഭാഗത്താണ്, ശരീരത്തിൻ്റെ ഭാഗത്തല്ല. അവർക്ക് ആത്മാവിൻ്റെ ആ ബ്രാഹ്മണ്യം അതാണ് അവർക്ക് ആവശ്യം. പിന്നെ ആരും കണ്ടിട്ടില്ലാത്ത പിന്നെ ആത്മാവിന്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രമാണ് ഞാനിതിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുക. ശരീരത്തെ വെച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടിയാണ്. അപ്പം എനിക്ക് തന്നെ ഈ നോവലിൻ്റെ കാര്യത്തിൽ പലരുടെ പ്രതികരണം, ഓ നശിച്ചു പോകുന്ന ശരീരത്തെ കുറിച്ചാണ് ഇത്രയധികം പറയുന്നത്. പക്ഷെ നശിച്ചു പോകുന്നതാണ് നമ്മൾ. വാസ്തവത്തിൽ നശിച്ചു പോകുന്നത് കൊണ്ടാണ് നമ്മളാവുന്നത്. നമ്മൾ ഒരിക്കലും പിന്നെ കുറേ കാലം ജീവിച്ചിരുന്നെങ്കിൽ അങ്ങനെ ആകില്ല, നമ്മൾ മറ്റൊന്നും ആകില്ല. അപ്പോൾ ഈ സൽമാൻ റുഷ്ദിയുടെ വിക്ടറി സിറ്റി എന്നല്ല, വിജയനഗരം, ആ നോവലൊരു കഥാനായികയുണ്ട് പിന്നെ പമ്പ കമ്പാനാണ്. അവർക്ക് 260 വയസ്സായി. 260 വയസ്സ് മരിക്കുന്നില്ല. പിന്നെ അവരുടെ മകളുടെ മകളുടെ മകളും അവരൊക്കെ പിന്നെ ജീവിച്ച് പ്രായമായി മരിക്കുകയാണ്. അപ്പോൾ ഇവർ എപ്പോഴും പിന്നെ യൗവനം എത്തിയിട്ട് നിൽക്കുകയാണ്. 260 വർഷമായി. അപ്പോൾ ഈ ആത്മാവിൻ്റെ സ്ഥിതിയാണ്. ആത്മാവ് അവിടെ ഉണ്ടോ ഇല്ലോ നമുക്കറിയില്ല. പക്ഷെ ആത്മാവിനെ ചുമന്നുള്ള ശരീരങ്ങൾ മുഴുവൻ ഇങ്ങനെ നശിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. ഇല്ലാത്ത ഒന്നാണ്. ആർക്കാണ് ആത്മാവിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഉണ്ട് എന്നുള്ളത്? നമുക്കത് സാധിച്ചിട്ടില്ല ആർക്കും. അപ്പം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് പറയാം, പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് എഴുതാം. പക്ഷെ ഇല്ലാത്ത ഒന്നിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആർക്കാണ് തെളിയിക്കാൻ കഴിയുക ആത്മാവിനെ കുറിച്ച്? അപ്പം ആ ഒരു പ്രമേയത്തെ പിന്നെ ഞാൻ എന്തെഴുതുമ്പോഴും, പ്രണയമായാലും എന്തെഴുതുമ്പോഴും അതിന് ഒരു അസ്ഥിവാരമാണ്. നമ്മുടെ ഒരു ഭൗതികതയുടെയോ
പിന്നെ തത്വചിന്തയുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിന് എന്തിൻ്റെങ്കിലും ഒരു അടിത്തറ അതിനുണ്ടാകണം. അത് നമ്മുടെ ഈ ഫെമിസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ നോവലിൽ ബെന്നോക്കർ പറയുന്നുണ്ട്, പറയുന്നുണ്ട്, ഞാനിങ്ങനെ റോഡിൽ നിൽക്കുമ്പോൾ ഒരു കഥാപാത്രം പറയുകയാണ്, ഞാൻ നിൽക്കുന്ന റോഡിൻ്റെ അടിയിൽ കൂടെ ഒരു പുഷ ഒഴുകുന്നുണ്ട് എന്നുള്ളത്. അതുപോലെയാണ് എൻ്റെ